ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മുൻപന്തിയിൽ ഏറെക്കാലമായി തലകുനിച്ചു നിൽക്കുന്ന സ്ഥാപനമാണ് KSRTC. ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുന്നതും സർവീസിൽ നിന്നും വിരമിച്ചവർക്ക് പെൻഷൻ കൊടുക്കാത്തതിനാലും ഹൈക്കോടതിയിൽ കേസും ബഹളവുമായി എല്ലാ മാസവും KSRTC വാർത്തകളിൽ ഇടം പിടിക്കുന്നു. ഭീമമായ പ്രവർത്തന നഷ്ടം കാരണം KSRTCയെ രക്ഷിക്കാനാകില്ല എന്ന തരത്തിലുള്ള പ്രസ്താവന ഇടയ്ക്കിടെ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പക്ഷേ KSRTCയെയും ജീവനക്കാരെയും അങ്ങനെ കൈയൊഴിയേണ്ട കാര്യമുണ്ടോ? കേരളത്തിലെ ദേശീയപാതകളുടെ രൂപം മാറുമ്പോൾ KSRTCക്കും പുതുവെളിച്ചം ലഭിക്കുമോ? മികച്ച സാധ്യതകൾ മുന്നിലുണ്ടെന്നാണ് വാസ്തവം. അതിലേക്കുള്ള ഉത്തരം KSRTCയുടെ മിന്നൽ സർവീസ് ഉൾപ്പെടെയുള്ള ഡിലക്സ് ബസ്സുകളിലേക്കും ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ സെക്ഷനായ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ സ്വീകാര്യതയിലും മറിഞ്ഞിരിപ്പുണ്ട്. എങ്ങനെയെന്ന് നോക്കാം. സംസ്ഥാനത്ത് അതിവേഗം പുരോഗമിക്കുന്ന ദേശീയപാത വികസനം KSRTCക്കും പുതുവെളിച്ചമേകും എന്നാണ് സൂചിപ്പിച്ചു വന്നത്. വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ 9 ജില്ലകളിലൂടെ കടന്നു പോകുന്ന 6 വരി ദേശീയപാത 66 ഉൾപ്പെടെ സംസ്ഥാനത്ത് വിവിധ റോഡുകളുടെ നിർമ്മാണവും വികസനവും അരങ്ങേറുന്നു. ഇത്തരത്തിൽ റോഡുകളുടെ പ്രത്യേകിച്ചും ദേശീയപാതകളുടെ മുഖച്ഛായ മാറുന്നതോടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഉൾപ്പെടെ കൂടുതൽ ദീർഘദൂര ബസ് സർവീസ് ആരംഭിക്കാൻ KSRTCക്ക് കഴിയും. ഹ്രസ്വദൂര റൂട്ടുകളേക്കാൾ KSRTCക്ക് എന്നും ലാഭം സമ്മാനിക്കുന്നത് ദീർഘദൂര സർവീസുകളാണ്. നിലവിൽ 78 സൂപ്പർ ഡിലക്സ് ബസ്സുകൾ ഉൾപ്പെടെ 603 സർവീസുകളാണ് ടിക്കറ്റ് ബുക്കിംഗ് ലഭ്യമായിട്ടുള്ള ദീർഘദൂര റൂട്ടുകളെന്ന് KSRTCയുടെ വെബ്സൈറ്റിൽ പറയുന്നു. ചുരുക്കത്തിൽ സംസ്ഥാനത്ത് ദേശീയപാത വികസനം പൂർത്തിയാകുന്നതോടെ രാത്രി സർവീസിൽ എന്ന പോലെ പകൽ സമയത്തും ദീർഘദൂര സർവീസുകൾക്ക് സമയനിഷ്ഠ പാലിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ കണക്കുകളിലും സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ട പൊതുമേഖലാ സ്ഥാപനം കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അഥവാ KSRTC തന്നെയാണ്. രേഖപ്പെടുത്തിയ മൊത്ത നഷ്ടം 1.82 കോടി. എന്നാൽ തൊട്ടു മുൻപത്തെ സാമ്പത്തിക വർഷം രേഖപ്പെടുത്തിയ നഷ്ടത്തെക്കാൾ 24.31% കുറവാണിത്. അതുപോലെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ KSRTCയുടെ വരുമാനം 2.84 കോടിയാണ്. വാർഷികമായി 98% വർധനയാണിത്.